ചില സമയത്ത് ഇങ്ങനെ കാണണം, കയറി വരുന്ന സമയത്ത് അവിടെയും ഇവിടെയും നിന്നാണ്ട് സുന്നത്ത് നിസ്കരിക്കുന്നത് കാണാം. അത് സുന്നത്തിന് എതിരാണ്. തങ്ങൾ പഠിപ്പിച്ചത് കാണാം, മറയില്ലാതെ നിസ്കരിക്കാൻ പാടില്ല. നിസ്കരിക്കുന്നതിന്റെ മുന്നിൽ ഒരു മുഴത്തിന്റെ 2/3 അതിൽ കൂടുതലോ വലിപ്പമുള്ള ഒരു മറ ഉണ്ടാവണം. ചുമര് അല്ലെങ്കിൽ തൂണ് പോലത്തതാണ് മറ എന്ന് പറയുന്നത്. അത് ഇല്ലെങ്കിൽ വടി അല്ലെങ്കിൽ കസാര പോലത്തത് വെച്ചുകൊണ്ട് നിസ്കരിക്കാവുന്നതാണ്. അതും ഇല്ലെങ്കിൽ മുസല്ല പോലത്തത് വിരിക്കണം. അതും ഇല്ലെങ്കിൽ മുന്നിലോ അല്ലെങ്കിൽ നീളത്തിലോ ആയിട്ട് വര വരച്ചുകൊണ്ട് നിസ്കരിക്കണം എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത് കാണാം. ഇതില് ചുമരുണ്ടായിരിക്കെ കസാല മറയാക്കി നിസ്കരിച്ചാൽ മറയുടെ പരിധി പെടില്ല. ചുമരുണ്ട്, ചുമരിന്റെ അടുത്തൊന്നും നമുക്ക് നിസ്കരിക്കാൻ അവിടെ സ്ഥലം ഉണ്ടായിരിക്കെ ഒരു കസാല മുന്നിൽ വെച്ചിട്ട് നിസ്കരിച്ചാൽ മറയാകൂല. അപ്പൊ മറയുടെ സുന്നത്തൊന്നും കിട്ടൂല. മാത്രമല്ല, ഈ മറ നേരെ മുന്നിലാക്കാതെ വലത്തോട്ടോ ഇടത്തോട്ടോ കുറച്ച് മാറ്റി നിർത്തുന്നത് സുന്നത്താണ്. അത് മൻ തശാബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും എന്നതിൽ പെടുന്ന, മുന്നിൽ ഒരു ബിംബത്തിന്റെ മുന്നിൽ ഇങ്ങനെ ആരാധിക്കുന്നതിന് തുല്യമായിട്ട് വരും നേരെ മുന്നിൽ വെക്കുമ്പോൾ എന്നതാണ് അതിന് കാരണം പറഞ്ഞത്. ഏതായിരുന്നാലും നേരെ മുന്നിൽ മറ വെക്കാതെ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കൽ സുന്നത്തുള്ളതാണ്. ഇങ്ങനെ മറയോടുകൂടി നിസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടക്കൽ ഹറാമാണ്. അങ്ങനെ നടക്കുന്നത് കണ്ടാൽ അത് തടുക്കൽ നിസ്കരിക്കുന്നവനിക്കും അല്ലാത്തവനിക്കും സുന്നത്താണ്. ഒന്നിരിക്കൽ നിസ്കരിക്കുന്നവൻ സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അതൊരു ദിക്റാണ് എന്ന മനസ്സിൽ കരുതിക്കൊണ്ടേ പറയാൻ പാടുള്ളൂ. ഇപ്പൊ ഇമാമിന് പേച്ച ചില ആൾക്കാർ സുബ്ഹാനല്ലാഹ് എന്ന് പറയും. അങ്ങനെ പറയണം. പറയുന്ന സമയത്ത് ഇമാമിന് പേച്ചത് തിരുത്താന്ന് കരുതാൻ നിസ്കാരം ബാത്തിലാവും. അത് ചില ആൾക്കാർ ശ്രദ്ധിക്കൂല. നമ്മൾ കരുതുന്ന ഇമാമിന് പേച്ചാണ്, അത് തിരുത്തി കൊടുക്കാന്നും അതിനോടൊപ്പം ഇതൊരു ദിക്റാണ് എന്ന ഉദ്ദേശത്തോടെ ഉണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാവില്ല. തിരുത്തലും ഉദ്ദേശമുണ്ട്, ദിക്റാണ് എന്നുകൂടി ഉദ്ദേശം ഉണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ നിസ്കാരം ബാത്തിലാവും. അതല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കൈ ഇങ്ങനെ പതുക്കെ മൂന്നാമത്തെ രൂപത്തിൽ പതുക്കൊന്നും ഇങ്ങനെ കടുക്കൽ എന്താണ് സുന്നത്താണ്. അങ്ങനെ കടുത്തു നിർത്തല് സുന്നത്തുണ്ട്. ഇങ്ങനെ അല്ലാത്ത രൂപത്തിൽ നിസ്കരിക്കാണ്, മറയില്ലാതെ നിസ്കരിക്കാണ്, അതിന്റെ മുന്നൂടെ നടക്കുന്നുണ്ട്, ഒരു ഹറാമും വരില്ല. ഇന്നല്ല, മുന്നത്തെ സോഫിൽ ഒഴിവുണ്ടായിരിക്കെ ബാക്കിൽ ഇങ്ങനെ സോഫ് കെട്ടി നിസ്കരിക്കും. ഒരാൾ ബാക്കിൽ നിന്ന് വരുന്ന സമയത്ത് മുന്നിലൊരു വടവ് കണ്ടാൽ ഇവർക്കൊക്കെ ഇടയിലൂടെ അയാളൊക്കെ മാറ്റി നിർത്തിയിട്ട് മുന്നിക്ക് വരൽ അയാൾക്ക് സുന്നത്താണ്. അത് കറാഹത്ത് പോലും വരില്ല. അയാളിങ്ങനെ മുന്നിലൂടെ നടന്നു വരും. അപ്പൊ മറ ഉണ്ടാവുക എന്നുള്ളത് അത്ര ഗൗരവമുള്ള കാര്യമാണ് എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അല്ലാഹു തആല നല്ല രൂപത്തിൽ ഖൈറ് പഠിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ.